ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു സ്ലോ ഈവനിങ് റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. റൊട്ടീനൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒരു ചെറിയൊരു വ്ലോഗ്. സോ നോക്കെൻ്റെ ഫേസ് കണ്ടോ, ഫുൾ പിമ്പിൾസ്, സ്പോട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫേസ് പാക്ക് ഇട്ടു, ആ ഫേസ് പാക്കും കാണിക്കാമെന്ന് കരുതി. ആൻഡ് ഞാൻ ആദ്യം മുടി ഓയിൽ ചെയ്യാമെന്ന് കരുതി, ബിക്കോസ് ഞാൻ കുളിക്കാൻ പോവാണ്. ഈവനിങ് ആകുമ്പോഴാണ് ഞാൻ കുളിക്കുന്നത്. എന്നെ പോലത്തെ എത്ര പേരുണ്ട് ഈവനിങ്ങിന് കുളിക്കുന്നത്? സോ ഞാൻ ഓയിൽ എടുക്കാൻ പോയേക്കുവാണ്. ഇതാണ് എൻ്റെ ഓയിൽ. ഇതെങ്കിൽ അമ്മാമ്മ കാശി തന്ന ഓയിലാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ അറൗണ്ട് കുറച്ച് വർഷമായിട്ട് ഈ കാച്ചി എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഹെയറിന് നല്ലത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അല്ലാതെ മറ്റേ പാരഷൂട്ട്, ആയുർവേദിക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനെ കാച്ചി എണ്ണ യൂസ് ചെയ്യുന്നതാണെന്നൊരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തു. എന്നിട്ടാണ് ഞാൻ സാധാരണ എണ്ണ തേക്കാറ്. എങ്ങനെ വേണമെങ്കിലും തേക്കാൻ തോന്നുമല്ലേ, ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ സ്കാൽപ്പിലൊന്നും തേക്കുന്നില്ല, ബിക്കോസ് പുറത്ത് നല്ല മഴയാണ്. പിന്നെ സ്കാൽപ്പിലൊക്കെ ഒരുപാട് വാരി തേക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പനി വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഓയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഓവറായിപ്പോവും. പിന്നെ എൻ്റെ കേളി ഹെയർ ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡെയിലി ഓയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് ഓയിൽ ചെയ്തു, എന്നിട്ട് നാളെ ഓയിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് വരും. ആ കേൾസിൻ്റെ ആ ഒരു ലുക്ക് അത് പോവും, സ്പോയിലാവും ഭയങ്കരമായിട്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഓയിൽ എവറി ഡേ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യായിരുന്നു. അലോങ് വിത്ത് ദ പ്രോഡക്റ്റ്സ് ഐ ഓൾസോ ഓയിൽ. എനിക്ക് ഓയിൽ ചെയ്യാതെ പറ്റത്തില്ല, എന്തോ അങ്ങനെയായിപ്പോയി. പിന്നെ ഞാൻ ഹെയർ ഫുള്ള് ഓയിൽ ചെയ്തു. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ സെക്കൻഡ് ടൈം മീ അപ്പിയറിങ് ഓൺ എ വീഡിയോ വിത്തൗട്ട് എനി മേക്കപ്പ്. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ച മേക്കപ്പ്. അത് മാത്രമേ എൻ്റെ മേക്കപ്പ്, അതൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ടൈമാണിത്. ആൻഡ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇൻസെക്യൂരിറ്റി കാരണം ഇങ്ങനെ ബാങ്ക്സ് ഒന്നും ഇല്ലാതെ കിടുമ്പോൾ ഐ ഫീൽ സോ ഇൻസെക്യൂർ. ആൻഡ് 2 സ്പൂൺസ് ഓഫ് കേർഡ് ആൻഡ് കുറച്ച് കോഫി പൗഡർ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ കോഫി ഇടുന്നുണ്ടെന്നൊക്കെ. ഒരു പാക്കറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. എസ്റ്റർഡേ ഓൾസോ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തിരുന്നു. സോ അതിൻ്റെ ബാക്കിയാണത്. 2 സ്പൂൺസ് ഓഫ് കേർഡ് എടുത്തിട്ടുള്ളൂ, എങ്കിൽ കൂടി അത് ഓവറായിപ്പോയി. ഇന്നലെ ആണെങ്കിൽ എനിക്ക് കാലിൽ കൂടി ഇടേണ്ടി വന്നു, അത്രയും ആയിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്തവണ 2 സ്പൂൺസ് എടുത്തത്. പക്ഷേ എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്യേണ്ടി വരികയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഞാനൊരു ഷോ ഇറക്കിയപ്പോൾ അതെൻ്റെ അച്ഛൻ്റെ ഷേവ് ചെയ്യുന്ന ആ സാധനത്തിലേക്ക് വീണു. പിന്നെ അത് വാഷ് ചെയ്താലേ പറ്റൂ, വാഷ് ചെയ്യാതെ വെക്കാൻ പറ്റുമോ? പിന്നെ ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തു. 20 മിനിറ്റ്സ് മതി കേട്ടോ അത് ഫേസിൽ വെച്ചിട്ട്, ഒരുപാട് നേരമൊന്നും വെക്കണ്ട. ആൻഡ് ദെൻ കുളിക്കാൻ നേരത്തെ വാഷ് ചെയ്ത് കളയുക. നല്ല സുഖമുണ്ട് തേച്ചിട്ട്. കണ്ടോ, ഞാൻ കയ്യിൽ തേച്ചു. കൂടിപ്പോയതുകൊണ്ടാണ്. നാളെ ഞാൻ ഇതിലും കുറച്ച് കലക്കത്തുള്ളൂ. 1 സ്പൂൺ എടുത്ത് നോക്കാം എന്തോരം ആരെന്ന് അറിയാലോ. കഴുത്തിലും ഫേസിലും മാത്രം മതി. എനിക്ക് കയ്യിലൊക്കെ തേച്ചാൽ ഭയങ്കര ചടങ്ങാണ്. പിന്നെ ഇതൊന്നും പറയാത്തിന് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ എപ്പോഴും ഫ്രോക്കാണ് ഞാൻ വീട്ടിലിടാം. എനിക്ക് അങ്ങനെ അമ്മമ്മ തയ്ച്ചു തന്നൊരു ഫ്രോക്കാണിത്. ലുക്ക് അറ്റ് മൈ ഐലാഷസ്. എൻ്റെ ഐലാഷസിലും കുറച്ച് ഫേസ് പാക്കായി. എന്ത് കഷ്ടമാണല്ലേ. വാം ലൈറ്റിൽ ഞാനിങ്ങനെ തിളങ്ങി അങ്ങ് നിൽക്കുക. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇതാണ് എൻ്റെ ഫേസ് വാഷ്, ഡോട്ട് ആൻഡ് കീ ബാരിയർ റിപ്പയർ. പിന്നെ എന്താണ് സെർമൈറ്റ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഹെയർ ഇരിക്കുക. ചില ആൾക്കാർ പറയും നനഞ്ഞ എലി, നനഞ്ഞ കോഴി എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഈ ഒരു ഫീലാണ് ഇഷ്ടം. ഐ ഫീൽ സോ ഫ്രഷ്. ആൻഡ് ഇങ്ങനെ മുടിയൊക്കെ നല്ല ഒതുങ്ങി നല്ല കേളി ആയിട്ടിരിക്കും. അതാണ് ഇങ്ങനെ വെറ്റായിട്ടിരിക്കുമ്പോൾ ഉള്ള ഏറ്റവും രസമുള്ള കാര്യം. എനിക്ക് ഈ ഒരു ഫീലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബോഡി ലോഷനും ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നല്ലേ, എൻ്റെ പ്ലാന്റ്സിനെയൊക്കെ മോണിറ്റർ ചെയ്യാണ്, ഈ മണി പ്ലാന്റിനെയൊക്കെ. വേറൊന്നുമല്ല, കൊതുകൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ഇല്ലേ, ഇത് ഞാൻ ഗ്രാജുവേഷന് വേണ്ടി മേടിച്ച ബൊക്കെയാണ്. പക്ഷേ അത് മറന്നുപോയി. അങ്ങനെ ഇത് എൻ്റെ അപ്പ് ഇൻ ദ കിച്ചൺ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അറിയാതെ പോയ ക്ലിപ്പാന്ന് തോന്നുന്നു, സോറി. ആൻഡ് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി, കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതാ ഫ്ലാറ്റിനെ കണ്ടു. നല്ല രസമുണ്ടായി ഫ്ലാറ്റിന് ഇങ്ങനെ നോക്കി നിൽക്കാൻ. എന്തൊക്കെയാണല്ലോ ഈ പറയുന്നത്. എനിക്കെന്തോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നില്ലേ, ഭയങ്കര വിയേർഡായിട്ട് തോന്നും. ആൻഡ് ലുക്ക്, ഫിഷീസ് എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്. ഇതിൽ കുറേ പ്ലാറ്റിയും കുറച്ച് ഗപ്പി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ കുറേ പ്ലാറ്റികൾ മരിച്ചു പോയി. ആൻഡ് നൗ ഇപ്പോൾ കുറേ ഗപ്പിയാണുള്ളത്. അവരിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കുറേ ഓടി വരും സാധാരണ. ഇപ്പോൾ ആ ഹാബിറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്ത് പറ്റിയോ, കാരണം ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ആ പഴയ ഹാബിറ്റ്സ് ഒന്നുമില്ല.
ഇത് അമ്മമ്മ ഇട്ട് വെച്ച എന്തോ ഒരു ചെടി എക്സ്പെരിമെൻ്റ് ആണ്, പാവം വളരട്ടെ. കിച്ചണിൽ ചെന്നപ്പോൾ അതാ ഈ ഗ്രീൻ പീസ്, പിന്നെ അമ്മ ഷാൻജിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില്ലി ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ ഡിന്നർ. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ഹാവ് ഇറ്റ്. യം 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 യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കനും ഇതും. ആൻഡ് യു ലുക്ക് 20-year-old me looking at my mom while she is cooking. വീണ്ടും ചെടിയിലോട്ട് നോക്കുന്നുണ്ട്, എന്തിനാണോ എന്തോ. ചിക്കൻ, സോയ് സോസ്, കോൺഫ്ലവർ, പിന്നെ ഗ്രീൻ പീസ്. അത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഇടാതിരുന്നു. ചില്ലി ചിക്കൻ റെഡിയായി ഗൈസ്. വാസ് സോ ഗുഡ്. യം യം യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. പക്ഷെ എപ്പോഴും കഴിക്കാൻ ഇഷ്ടമല്ല. എപ്പോഴും കഴിക്കാൻ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണിയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫുഡ്. ഐ ചൂസ് ബിരിയാണി ഓവർ പിസ്സ, ബിരിയാണി ഓവർ ഫ്രൈഡ് റൈസ്, എല്ലാത്തിനും നല്ല ബിരിയാണി. അതാണ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഫുഡ്, മന്തിനേക്കാളും. ഐ നോ ഇപ്പോൾ കുറേ മന്തി ഫാൻസ് അസ്വസ്ഥരായിരിക്കും. ആൻഡ് ലുക്ക്, പുറത്തേക്ക് ഇറങ്ങി എൻ്റെ പൊട്ടിയ ചെരുപ്പിട്ട് ഐ സോ ദ ഫുൾ മൂൺ. നേരത്തെ ഞാൻ പുറത്തിറങ്ങി മൂൺ കാണാൻ വേണ്ടിയാണ്, പക്ഷെ അപ്പോൾ പറ്റിയില്ല. ഫൈനലി അത് നടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്ഡ്. ബൈ.